സാധാരണ ഒരു ദിവസം നല്ലതാണ്, അതിന്റെ പിറ്റേന്ന് എന്തെങ്കിലും കോളായിരിക്കുവേ. അതുപോലെ തന്നെ രാവിലെ തിളച്ച വെള്ളം കയ്യിലോട്ട് അങ്ങ് വീണേ. ആസ് യൂഷ്വൽ ഇന്നും രാവിലെ നേരെ അടുക്കളയിലോട്ട് കയറി. ഇഡലി ചുടുന്നതിന് അരമണിക്കൂർ മുമ്പ് മാവിലോട്ട് ഉപ്പും സോഡാപ്പൊടിയും കൂട്ടി ഇളക്കി വെച്ചു. ചായ, കാപ്പി, പാല് അങ്ങനെ 3 ഇനവും എടുത്ത് വെച്ച്. വീട്ടിൽ നിന്ന് അമ്മച്ചി ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഇത്രയും പണി. എന്നെ സംബന്ധിച്ച് എനിക്ക് അടുപ്പ് കത്തിക്കാനാണ് കേട്ടോ ഏറ്റവും പാട്. ഇന്നെന്തോ അടുപ്പ് എന്റെ കൂടെ അങ്ങ് സഹകരിച്ചു. ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പയിലോട്ട് വെച്ച് അങ്ങ് തിളപ്പിക്കും. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ ആസ്വദിച്ച് അങ്ങ് കാപ്പി കുടിച്ചു. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും തക്കാളി ചട്നിയും സാമ്പാറുമാണ്. എന്റെ തക്കാളി ചട്നി ഒരു സ്പെഷ്യൽ ആണ്, റെസിപ്പി വേണേ പറഞ്ഞാൽ മതി കേട്ടോ. ഇഡലി തട്ടിലോട്ട് ഇഡലിമാവ് ഒഴിച്ച് വേവാൻ വെച്ചിട്ട് അരിയും കഴുകിയിട്ട് ആ സമയത്തായിരുന്നു കേട്ടോ എന്റെ കൈ അങ്ങ് പൊള്ളിയത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ തക്കാളി ചട്നി കരച്ച് കടുകും വറുത്തങ്ങ് ചേർത്തേ. ആ സമയം കൊണ്ട് എന്റെ ഇഡലിയും വെന്തേ. എന്റെ വീഡിയോ കാണുന്നവരൊക്കെ ഏത് ജില്ലക്കാരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും കൊണ്ടാണ്. ഇന്ന് അതിനെക്കൂട്ട് അംഗൻവാടി പോകേണ്ട ദിവസമാണ്. അവക്ക് ഇഡലി കൊടുത്തിട്ട് ഞാനും രണ്ട് ഇഡലിയും ചട്നിയും കഴിച്ചു. എനിക്ക് പാത്രം കഴിയാൻ വലിയ കയറുവൊന്നും ഉള്ള ആളല്ല കേട്ടോ, പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നേ. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് കറികളെല്ലാം വെച്ച് അടുക്കളയിൽ നിന്ന് ഇറങ്ങി. ഇനിയാണ് കേട്ടോ എന്റെ റെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് മിറ്റവും തൂത്ത്. അപ്പൊ ഇന്നത്തെ എന്റെ അവതരണം അവസാനിച്ചിരിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.